Watch full episodes on Jio Hotstar. കുട്ടികളെ എല്ലാരും തയ്യാറായിക്കൊള്ളൂ. വൈകുന്നേരം രുദ്രയുടെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? രുദ്രയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്കും റെഡിയാകുന്നുണ്ട്. ഹി ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് അവർ സ്കൂൾ. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു കുറവും വരരുത്. ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ സ്കൂൾ, മൈ ഫുഡ്. അവർക്ക് എല്ലാവർക്കും അവൻ ബെസ്റ്റാ. ഡോണ്ട് വറി, നിങ്ങളുടെ അമ്മാവൻ നിങ്ങൾക്ക് വേണ്ടി വേറെ പ്ലാൻ കരുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇത് നമ്മുടെ രുദ്രയുടെ വോയിസ് അല്ലേ? ശരി, വാ നമുക്ക് ചെന്ന് നോക്കിയേക്കാം. അവര് ശരിക്കും കുടുങ്ങിപ്പോയി. ശബ്ദം ആ ഭാഗത്ത് നിന്ന് വരുന്നത്. നിങ്ങൾ കൊന്നത് നന്നായി. ഈ സർപ്പത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാം. ഞാൻ നിന്നെ രക്ഷിക്കാം. എന്റെ ദൈവമേ, ഈ പാമ്പ് ശരിക്കും അപകടം പിടിച്ചതാന്ന് തോന്നുന്നല്ലോ. ഇവിടെ എന്താ നടക്കുന്നേ? ഞാൻ മാജിക്, ഞാനാണ് മായാജാലം. ഗെയിം ഒന്നും കളിക്കാതെ നിങ്ങൾ ഇടയ്ക്ക് കയറി വന്നാലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുടുങ്ങി പോകില്ലേ? ഇവിടത്തെ റൂൾ എന്താണെന്ന് അറിയാമോ? ഗെയിം കളിച്ചുകൊണ്ട് ലൂഡോയുടെ നടുക്ക് കയറി വരണം. പക്ഷേ നിങ്ങൾ ഗെയിം കളിക്കാതെ തന്നെ എടുത്തു ചാടി വന്നത് കൊണ്ടാണ് ഗെയിമിനുള്ളിൽ കുടുങ്ങിപ്പോയത്. നിങ്ങളെല്ലാവരും രുദ്രയുടെ ബർത്ത്ഡേ കുറിച്ചല്ലേ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്? പക്ഷേ ഞാൻ വേറൊരു ബർത്ത്ഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിയോ, നിങ്ങൾ രണ്ടുപേർക്കും അവന്റെ ബർത്ത്ഡേക്ക് അയ്യോ പോകാനേ കഴിയില്ല. കാരണം നിങ്ങൾ ഇവിടെ എന്റെ കസ്റ്റഡിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷിക്കും. പക്ഷെ അവൻ എങ്ങനെ രക്ഷിക്കും അതാലോചിക്ക്. അവനെ ഇവിടെ അടുത്തൊന്നുമില്ല കേട്ടോ. ആരാ? ഡിറ്റൻഷൻ. ആർക്കാ കൊടുക്കേണ്ടത്? ഓല, ഞാനാണ് സപ്പോല. എന്ത് കളിയാതൊക്കെ? ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എടാ, എന്നെ കണ്ട് പേടിക്ക്, ഞാനാണ് ഷാക്കാൽ. അത് കൊള്ളാം. എടാ രുദ്ര, നീ ഇവിടെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ടല്ലേ കറങ്ങി നടക്കുന്നത്? നിനക്ക് വേണ്ടി സ്പെഷ്യൽ പാർട്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കൊന്നും പിറന്നാൾ ആഘോഷിക്കണ്ടേ? ഈ സ്കൂളിലാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭേദഭാവങ്ങളാണല്ലോ. എനിക്കാണെങ്കിൽ ഭേദഭാവങ്ങൾ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മറ്റൊരു പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ജന്മദിനത്തിൽ നീ പോലും ആഘോഷിക്കാൻ വരില്ല. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നമ്മൾ ഇപ്പൊ എവിടെയായിരിക്കുന്നേ? ഇത് കോൾ സിറ്റി ആണല്ലോ. അവൻ നമ്മളെ കോൾ സിറ്റിക്ക് കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളെ കാൽ സിറ്റിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നീ ശരിക്കും എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു രുദ്ര. കൊള്ളാം.
പിന്നെ ഇപ്പോ നിന്റെ ബർത്ത്ഡേ നിന്നോടൊപ്പം ഇവിടെയുള്ള എന്റെ ജനങ്ങൾ ആഘോഷിക്കും. കാൽ സിറ്റിയിലെ ജനങ്ങളെ, ഇതാണ് രുദ്ര. പിന്നെ അവൻ കാൽ സിറ്റി മുഴുവൻ സ്പൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവന് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടത് അത് ചെയ്തോളൂ. അവന്റെ കഥ അവസാനിപ്പിക്ക്. അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവരുമായിട്ട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല. ഞാൻ ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പച്ചമുട്ട വലിച്ചെറിയുന്നു. അറ്റ്ലീസ്റ്റ് ഓംലെറ്റ് ആക്കിയിട്ട് എറിയായിരുന്നില്ലേ? As you say. കൊള്ളാലോ, അവര് പോപ്പോയിലും ഓംലെറ്റ് ഒക്കെ ആണല്ലോ എറിയുന്നത്. അയ്യോ, ഇവരിപ്പോ ബാലൻസ് ഡേറ്റ് തരുന്നത്. ഒരാള് മുട്ട, ഒരാള് ആപ്പിൾ, തക്കാളി, തണ്ണിമത്തൻ, സാധനം വെച്ചിരുന്നു. രുദ്ര, എന്തെങ്കിലും ചെയ്യോ? ഷക്കാലിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടെ എന്തുമാത്രം ഫ്രൂട്ട്സ് ഉണ്ട്. അത് വെച്ച് ഞാൻ ഷക്കാലി ഒരു വഴിയാക്കി നോക്കിയോ. അയ്യോ മൈര, നീ എന്താ ഈ ചെയ്യുന്നേ? രുദ്ര, രക്ഷിക്കേ. ഞാനാണ് മാജിക്. ഞാനാണ് മായാജാലം. ഞാനാണ് ഷാക്കാൻ. ഞാനാണ് ഷാക്കാൻ. ഇനി കളി കണ്ടില്ലേ? ഇത് കാണുന്നത് രസമുണ്ടല്ലേ? എന്നെ വിട. ശക്കാലിന്റെ സൗണ്ട് ആണല്ലോ. അയ്യോ, ഇത് ശക്കാലാണല്ലോ. അതേലോ. നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നേ? അവനെയാണ് അടിക്കേണ്ടത്. എവിടെ പോയി അവന്മാരിത്? എവിടെ പോയി? വേഗം കണ്ടുപിടിക്ക്. അതാ അവിടെ. അവിടെയോ? ഇങ്ങ് വാ, ഇങ്ങ് വാ, വാ, വാ. ഇങ്ങോട്ട് വാ, 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 വാ. നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നേ? രുദ്ര, മുകളിൽ ഞാൻ പൂട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ലോക്ക് ഡ്രാ, ലോക്ക് ഇട്ടിരിക്കുകയാണ്. നിന്റെ ഇമേജ് കണ്ടപ്പോ തന്നെ എന്തൊക്കെ സംഭവിച്ചു നീ കണ്ടതല്ലേ? ഇവൻ ഈ പ്രാവശ്യം ശരിക്കും നമ്മളെ പ്ലാൻ ചെയ്ത് കൊടുക്കിരിക്കുക. രുദ്ര, ഇനി നീ നിന്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്ക. ഇവിടെ ഞാൻ പോക നിന്റെ സ്കൂളിലേക്ക്. എനിക്കവിടെ ചില പണികളുണ്ട്. നിങ്ങൾ 3 പേരും, അതായത് രുദ്ര, മായര, പിന്നെ വരുണിന്റെ സ്ഥാനം എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഡിസൈഡ് ചെയ്തോ. ഡിസൈഡ് ചെയ്തോ. ആരാവും രുദ്ര, ആരാവും വരുൺ? മായര ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ 3 പേരും പാർട്ടിയിൽ ചെന്നിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ബിഹേവ് ചെയ്യണം. പിന്നെ രുദ്രയുടെ പേര് ഡാമേജ് ആയി പോകണം. അകീര, സകീര. അതെ, നിങ്ങൾ വേഗം പറ. ഇപ്പൊ ആരായിട്ടാ മാറാൻ പോകുന്നത്? ഞാൻ രുദ്ര ആയിക്കോളാം. ജോഡി മൈര ആയിക്കോട്ടെ. പിന്നെ സാൻഡി വരുണോ ആയിക്കോളാം. ഇതെന്താ ഈ ചെയ്തത് ജെനി? നീ ഇപ്പൊ മായരാകേണ്ടതല്ലേ? പക്ഷെ എനിക്ക് രുദ്രയുടെ പവറാണ് ആവശ്യം അമ്മാവാ.
ഞാൻ പവറിനെ കുറിച്ചല്ലല്ലോ സംസാരിച്ചത്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഗെറ്റപ്പിനെ കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പൊ നീ സംസാരിക്കേണ്ടത് രുദ്രയുടെ വോയിസിലാണ്. പക്ഷേ നീ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ. പിന്നെ മൈര, എന്താ അമ്മാവാ? ജോഡി, നീയും ദയവ് ചെയ്ത് വാ തുറക്കരുത്. കാരണം നീ ഇപ്പോൾ പറയേണ്ടതെല്ലാം മൈരയുടെ വോയിസിലാണ്. പക്ഷേ നീ ഇപ്പോ ആൺകുട്ടിയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. സാൻഡി, നീയും കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോകും. എന്നാ ശരി അമ്മാവാ. എന്നാ വാ നമുക്ക് പോവാം. ഇത് രുദ്രയെ അപമാനിക്കാനുള്ള സമയവാ, നമ്മുടെ സമയം. ഇന്ന് ഞാൻ അവന്റെ ഇമേജ് തകർത്ത് കളയും. അവന്റെ ഇമേജ് ഞാൻ ഡാമേജ് ആക്കും. ഉപ്സ്. Watch India's largest kids library only on Jio Hotstar. Download the app now.